ഇന്നത്തെ വീഡിയോ മുടി കെട്ടുന്നതായിട്ട് നമുക്ക് തുടങ്ങാം. കുഞ്ഞുട്ടൻ്റെ വക മുടി എൻ്റെ നേരെയാക്കലായിരുന്നു പരിപാടി. അപ്പോൾ പൊന്നുട്ടിയും കൂടി അപ്പോൾ ഞാൻ കുഞ്ഞുട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ മുടി മടഞ്ഞതാ, നോക്കി നോക്കാം നമുക്ക് മുടി മടയാൻ അറിയുമെന്ന്. അപ്പോൾ കുഞ്ഞുട്ടൻ മുടി മടയാനായിരുന്നു. ജാനിയും വന്നു. പിന്നെ അവിടെ മുടി മടയാനുള്ള പ്രയത്നങ്ങളായിരുന്നു. അപ്പോൾ ജാനിയുടെ വക അപ്പുറത്ത് വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. എന്നാലും നമ്മളതൊന്നും കാര്യമാക്കിയില്ല. പിന്നെ കുഞ്ഞുട്ടൻ ഇങ്ങനെ മടയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ക്ഷമയോടെ ഇങ്ങനെ ഇരുന്നു. കുഞ്ഞുട്ടൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയാ? ഓ മൈ ഗോഡ്, കുഞ്ഞിന്റെ മുടി മടന്നിരിക്കുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് കുഞ്ഞുട്ടിനെ കല്യാണം കഴിക്കാൻ പോണ ആരാണെങ്കിലും ഓൾ ദി ബെസ്റ്റ്. ഐ മീൻ ഓൾ ദി ബെസ്റ്റ് എല്ലാം നന്നായിട്ട് മുടിയൊക്കെ മണയാൻ അറിയാം. അപ്പോൾ ചേച്ചി കല്യാണം കഴിക്കാൻ ആളുടെ അവസാനമായിരിക്കും, അതുകൊണ്ട് അത് അവൻ്റെ കഴിഞ്ഞ പാടെ തന്നെ ജാനിക്ക് അമ്മയുടെ മുടി കെട്ടിക്കൊടുക്കണമെന്ന്. ശരി, ഓക്കെ, മുടി കെട്ടിക്കൊടുത്തോ എന്ന് പറഞ്ഞ് അമ്മ തല കുനിച്ചിരുന്നു. അമ്മയുടെ മുടി പിടിച്ച് വലിക്കുകയായിരുന്നു. അതും പിടിച്ചിരുന്നിട്ട് കുറേ വലിച്ച് അമ്മേനെ കുനിച്ച് അമ്മയ്ക്ക് വയ്യാതെ കുനിഞ്ഞിട്ട് പിന്നെ അവളുടെ വക റബ്ബർ ബാൻഡ് വെച്ച് കളിച്ചിട്ട് നല്ലപോലെ അത് കയ്യുമ്മ പിടിച്ച് വലിച്ച് നല്ല വേദനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അതൊന്നും പിന്നെ കാര്യമാക്കില്ല. പിന്നെ എന്തുണ്ടായാലും കരയുന്ന പ്രശ്നമില്ല നമ്മൾ. അങ്ങനെ ലാസ്റ്റ് അമ്മ മുകളിൽ കയറ്റിയിരുത്തി. അപ്പോൾ അമ്മയുടെ മുടിയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട് കെട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു നടക്കി പോയില്ല. അപ്പോൾ അവൾ അതിൻ്റെ ഇത് നിർത്തി, അവസാനിപ്പിച്ച് മുടി ഇന്ന് കെട്ടിക്കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലശമല എന്നാണ്. ഇതിനെ കല്ലഴിക്കുന്നെന്നും പറയും, പിന്നെ അതേപോലെ നരിമടക്കുന്നെന്നും പറയും. ഇത് കുന്നോട്ടാണ്. ഞങ്ങൾ മറ്റേ എന്താ പറയുക, കലശമലയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വി ആർ ഗോയിങ്. ഇത്രയും കാലം നമ്മളിവിടെ ഉണ്ടായിട്ട് ഈ കുന്നംകുളത്ത് കിടക്കുന്ന ഈ എക്കോ ടൂറിസം പ്ലേസ് ഹിൽ ടോപ്പിൽ നമ്മൾ വന്നിട്ടില്ല. ഇതുവരെയായിട്ട് നമ്മൾ പോയിട്ടില്ല. അപ്പം എന്തായാലും പോവാം എന്നൊക്കെയുള്ളൊരു മൈൻഡിൽ എല്ലാവരെയും കൂട്ടി കാറിൽ അങ്ങനെ എടുത്തിട്ടു. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് നടന്നു. പിന്നെ ഏറ്റവും എന്താ പറയുക, എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നതായിരുന്നു നമ്മുടെ ജാനിക്കുട്ടിയായിരുന്നു. ഫുൾ ഓട്ടം ചാട്ടം, ലാസ്റ്റ് കാലും പൊട്ടി. അത് വേറെ, അത് ഫോട്ടോ ആയിരുന്നു, അത് വീഡിയോയിൽ വന്നില്ല. അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇതാണ് നരിമട എന്ന് അവർ പറഞ്ഞത്. അതവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. ഇത് നമ്മൾ ഉള്ളിലൊക്കെ കയറി നോക്കി. ഫുള്ള് നല്ല നല്ല സ്പേസൊക്കെ ഉണ്ട് കേട്ടോ, വലിയതാണ്. പിന്നെ എന്താ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര വലിപ്പം, നല്ല നാറ്റവും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഫുള്ള് ആനിമൽസ് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കാരണം അതിൻ്റെ സ്മെല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ നിൽക്കാം. അവിടെ നിന്ന് നല്ല വ്യൂ ആണ്. ഇതിൻ്റെ മുകളിൽ തന്നെ, ഈ കേവിൻ്റെ മുകളിൽ തന്നെ. പിന്നെ അമ്മയുടെ വക കുറേ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കൽ. പിന്നെ അവിടെ ഫുള്ള് ഗ്രീനറിയാണ്. നമ്മളിങ്ങനെ ആ നേരത്തെ മഴ സാറിനൊക്കെ പറയണത് ഗായ്സ്, ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി. എനിക്ക് ജലദോഷം പിടിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നടന്ന് ക്ഷീണിച്ചു. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ തിന്നാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു പിക്നിക്ക് ആവാം എന്ന് പറഞ്ഞൊരു ചെറിയൊരു പിക്നിക്കുമായി. എല്ലാവരും അവിടെ ഇരുന്ന് ഞമ്മയായിരുന്നു. ഞാനും ഈ ക്യാമറയുടെ ബാക്കിലിരുന്ന് തന്നെയായിരുന്നു. പിന്നെ ജാനിയുടെ വക എക്സ്ട്രാ ഞമ്മയായിരുന്നു. അവൾ സ്വന്തമായിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ അവൾ ഓക്കെ, ഞാൻ ഈ അമ്മായി കുട്ടിയും അടുത്തടുത്തിരിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മേനെ പിടിച്ച് അടുത്തിരുത്തി. പിന്നെ അമ്മേനെ നോക്കിയിരുന്ന് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഫുള്ള് ഫുഡടി ആയിരുന്നു. കുഞ്ഞുട്ടനുണ്ട്, പൊന്നുട്ടിയുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ അങ്ങനെ ഫുള്ള് ഫുഡടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശരി അടുത്ത വോക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെയും നടന്നു. അപ്പോൾ ഉണ്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആ ഗുഹേൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ തന്നെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി നോക്കി. അത് സീനൊന്നുമില്ല, നല്ല നല്ല സ്പേസൊക്കെ ഉണ്ട്, നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും, നല്ല സുഖമൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇറങ്ങി. പൊന്നുട്ടി അവിടെ ചെന്ന് നിന്നിട്ട് അയ്യോ എന്നെ ആരെങ്കിലും രക്ഷിക്കണേ അയ്യോ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നതാണ് അത്. അപ്പം പിന്നെ ഞാൻ മ്യൂട്ടമർത്തിക്കൊണ്ട് പിന്നെ അത് കേൾക്കില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് ജാനിയുടെ വക അടുത്ത മടക്കയാത്രയാണ്.
തിരിച്ച് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം കുറേ ഇതായി നടക്കണ കണ്ടില്ലേ, അയ്യോ അമ്മേ എനിക്ക് അയ്യേന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഈ പാർക്കാനുള്ളത്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവരെ കാണിക്കാതെ വേഗം നമുക്ക് ടോപ്പിൽ പോയിട്ട് കണ്ടിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് കളിക്കാം എന്നുള്ളൊരു ഇതിൽ. കാരണം ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെ നിൽക്കലുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജാനിക്ക് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവളെ അതിൻ്റെ മുകളിൽ പിടിച്ചിരുത്തി 2 കറക്കം കറക്കി, പിന്നെ ഊഞ്ഞാലിലിട്ട് ഇരുത്താട്ടി. പക്ഷെ അവളവിടെ ഇരുന്നില്ല, ഞാൻ മാത്രം അവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ആടി. പിന്നെ അവിടെ ഞാൻ ഫുൾ ടൈം അവിടെ തന്നെ ഇരിക്കണത്. പിള്ളേരാവിലെ കാരണം ബാക്കിയുള്ളവരൊന്നും എനിക്ക് കയറാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ വാങ്ങി ഫുള്ള്. എനിക്ക് സ്ട്രോബെറി വാങ്ങിയത്, പക്ഷേ അതെനിക്കിഷ്ടമായില്ല. അപ്പോൾ അമ്മയ്ക്ക് കൊടുത്ത് ഞാനത് റിട്ടേൺ ആക്കി. അപ്പോൾ അത്രേ ഉള്ളൂ, ഞങ്ങളതാ തിരിച്ചു പോവാം. ബായ്.